ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം പുതിയൊരു ഗെയിമാണ്, മൈൻക്രാഫ്റ്റ്. ഞാനും കുറേ ദിവസമായി ഗെയിം കളിച്ചാണ്ട് യൂട്യൂബൊക്കെ ഇടണം വിചാരിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. ക്രിയേറ്റ് ന്യൂ വേൾഡിൻ്റെ നെയിം MDG എന്നിടാം, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ. എന്നിട്ട് ഗെയിമിംഗ് കൂടി ഇടാം. അല്ല വേണ്ട, നമുക്ക് MDG വേൾഡ് എന്നിടാം. എന്നിട്ട് ഭൂമിൻ്റെ ഒരു ചിഹ്നം ഇട്ടപ്പോൾ ഒന്ന് ചെറുതായി. റെഡിയായി. അപ്പം നമുക്ക് ബാക്ക് അടിച്ചാൽ ഇനി സർവൈവല് ഡിഫിക്കൽട്ടി അത് ഈസി ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചാവേണ്ടി വരും. ബോൺസ് ചെസ്റ്റ് ഉണ്ടായിക്കോട്ടെ. സ്റ്റാർട്ടിങ് മാപ്പ് വേണ്ട. ഇതെന്താ തലകുത്തനായി? ഒന്നും കൂടി തലകുത്ത്. ഒന്ന് ഈസി തന്നെയാണ്. വിസിറ്റർ മാറ്റി ഓപ്പറേറ്ററാക്കി കൊടുക്കുക. ഇൻഫിനിറ്റി ആയിക്കോട്ടെ, മരങ്ങളൊന്നും ഉണ്ടാവില്ല. സീഡൊന്നും വേണ്ട. MDG എന്നിടണ എന്തും വേണ്ട. ഇവിടെ എന്തെങ്കിലും കാട്ടി കൂട്ടണോ? വേണ്ടല്ലോ, എന്തും വേണ്ട. ഇനി ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ പുതിയ വേൾഡിലേക്ക് പോവുകയാണ് ഗായ്സ്. ലോഡിങ് ആണുള്ളൂ. ലോഡിങ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളെ വേൾഡ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്, അതുകൊണ്ട് എന്താ പോലെ കൺട്രോളൊന്നും കിട്ടണില്ല. തിന്നാനുള്ള സാധനങ്ങളും മരം ഒക്കെ ഉണ്ട് ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ. ബോൺസ് ചെസ്റ്റ് ഓണാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെസ്റ്റ് ഇട്ടില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ മരം വെട്ടണം. ആൾക്കാർക്കാരും പണി. ഇതിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഉണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ പെട്ടിയും കൂടി ഒന്ന് എടുക്കുക. അപ്പോൾ ചെസ്റ്റ് എടുക്കാൻ പറ്റിയില്ലല്ലോ. ചെസ്റ്റ് എടുക്കണം. ആ സാധനം ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ചെസ്റ്റ് പൊളിച്ചാൽ അല്ലെങ്കിൽ വേണ്ട, അപ്പോൾ ഒക്കെപ്പാട് പോരും. ഈ സാധനമൊക്കെ നമ്മളെടുത്ത് എടുക്കുക. എന്നിട്ട് അത് ഒഴിവാക്കുക. നമ്മളെടുത്ത് കടൽക്കോ അല്ലെങ്കിൽ അവിടെ ഇട്ടു, ആ ബീച്ചിലോട്ടിടുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ പോയി എടുക്കും. എല്ലാം ഇട്ടു. ഞാൻ ചെസ്റ്റ് പൊളിച്ചാൽ എന്നിട്ട് ആ മേകുത്തിരിയൊക്കെ എടുക്കുക. ചെസ്റ്റ് പൊളിച്ചു ഗൈസ്. മേകുത്തിരി അതെടുക്കണമെങ്കിൽ ആ സാധനം വരുമെന്ന് പേടി. എടുത്തു. മല വില്ലേജ് കണ്ടുപിടിച്ചാണ്, അതാണ് പ്രധാനം. വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കട്ടെടുക്കുക. മരം വെട്ടണം. അതാണ് പ്രധാനമായിട്ടുള്ള ഫസ്റ്റ്. ഒരു മരം വെട്ടി കഴിഞ്ഞാൽ അടുത്ത മരം അത് വെട്ടിയിട്ട് മുകളിലുണ്ട്. അവിടെ അറ്റത്തൊരു മരമുണ്ട്, അതും കൂടി വെട്ടി നമ്മൾ. ഇനി നടന്നു. ഇതെന്താ ഇനി? അവിടെ ഒരു മരം, വയ്യ മരം ഉണ്ട്. അത് കുറച്ച് വയ്യതാണ്. കുറച്ച് വയ്യ തന്നെ ഉണ്ട്. ഇത് വെട്ട. അവിടെ ഒരു വെള്ളമരം, ഇത് വെട്ടണം. വേണ്ട, നമ്മളടുത്ത് ഫുള്ള് ഒരു മരം മതി. 2 മരമാണെങ്കിൽ 2 സ്ഥലം വേണ്ടി വരും. കുഞ്ഞു സ്ഥലം പോലെ തോന്നുന്നത്. നല്ല മല ഉണ്ട്. മലമ്മ കയറണം. എനിക്കാണ് കൺട്രോളും കിട്ടണ മണ്ടാനും നടക്കാനും. ഇനി മല ക്ലൈംബ് ചെയ്യണം. ഇതെന്ത് വേൾഡാ? ഈ കുഞ്ഞ് വേൾഡിലാണ് നമ്മളുള്ളത്. കുഞ്ഞ് വേൾഡിലൊന്നും നിൽക്കാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സ്ഥലം നമുക്ക് പറ്റൂല. നമ്മളൊന്ന് ക്രിയേറ്റിവിറ്റി ആയിക്കാണ്ട് പറന്നു പോകണം. ഇതെന്താ ഇവിടെ? കപ്പല്.
മുങ്ങിക്കപ്പൽ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ട്രഷർ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്കിയാ. അടിയിലൊരു കുന്ത് പോയി. അപ്പം മുകളിലത്തെ കുന്തം നോക്കാം. അല്ല, മുകളിൽ പോയി നോക്കാം. അവിടെ ഇനി ഇവിടെ നോക്കാം. ഈ സീല് ഇവിടെ ഒരു കുന്ത് പോയാ. ഇനി നമുക്ക് കപ്പൽ നോക്കിയിട്ട് കാര്യം ചെയ്യാം. അവിടെ ഒരു ഐലൻഡ്. നമ്മളൊന്നും ഐലൻഡ് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഗായ്സ്, നമ്മൾ ഈ വേൾഡ് ചെറുതാണ്. ഇവിടെ പോയിട്ട് വേൾഡാണ് കാണിക്കുക. അതുകൊണ്ടൊന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഞാൻ പുതിയ വേൾഡ് എടുത്തുകൊണ്ടിട്ടാ. ഇത് കുറച്ച് വലിയ വേൾഡാണ്. ഇവിടെ 2 ആടാനുണ്ട്. ഫസ്റ്റ് നീനമല്ല. കൺട്രോളും കിട്ടണില്ല. കുറച്ച് ദിവസം ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. കുറച്ച് ദിവസമല്ല, കുറേ മാസങ്ങൾ കിട്ടി. ഞാൻ അവിടെ ഒരു ആടുണ്ട്. അതിനും കൊന്നില്ല. അപ്പം ചത്തു. ഇനി ഒരാടിനും കൂടി കൊന്നിട്ടുണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കാം. ഇനി പിന്നെ രാത്രിയത്തെ സോംബികളൊന്നും പേടിച്ചണ്ട. ഈ മരം കൂടി ഒന്ന് വെട്ടാം. അത് വെട്ടി ദൂരമായിട്ട് ഇപ്പം നേരെ ഞാൻ ഒരു ആടിനെ കണ്ടിട്ടാ. അതിനും കൂടി കൊല്ലണം. ഇതിങ്ങനെ പ്ലാങ്കാക്കി എടുക്കുക. അപ്പോൾ എക്സ്ട്രാ കിട്ടും. 4 കിട്ടും. ഇതും കൂടി പറിച്ചെടുക്കാം. ആ മരം അത്ര കളിച്ചാൽ മതി. ഇനി ഈ മരം കൂടിയും 4 മൾട്ടിപ്പില്ലർ ആക്കി കൊടുക്കുക. മൾട്ടിപ്പില്ലറെ അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് പിക്കാക്സ് മാത്രം ഉണ്ടാക്കിക്കാണ്ട് നിലം കുഴിക്കണം. എന്നിട്ട് കല്ലെടുത്തിട്ട് കല്ലേറ്റ് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ കല്ലിൻ്റെ ആയുധങ്ങളായിരിക്കും നമ്മളെടുത്തുള്ള കല്ലിൻ്റെ വെപ്പൺസ്. കല്ല് കാണാലോ. അയ്യണ് മോനെ, ഒന്ന് കുഴിച്ച അയ്യണ് കിട്ടി. എന്തായാലും ലക്കിയാണ്. അയ്യണ് കിട്ടി. മണ്ണ് കുഴിച്ച അയ്യണ് കിട്ടി. എന്ത് ലാഭമാണ്. ഈ വുഡൻ പിക്കാക്സ് ഇട്ട് അയണ് കുഴിച്ചെടുത്താൽ അയണ് പോവും. പക്ഷെ അയണ് കിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്റ്റോൺ പിക്കാക്സ് ഇട്ട് വേണം. അവിടെ ഒരു കുഞ്ച്. അയ്യോ, അങ്ങോട്ട് ചാടാം. അതിലുണ്ടാ പിന്നെ ഇന്ന് അയണിൻ്റെ കച്ചവടം നമുക്ക് നടത്താം. ആദ്യം കുറച്ച് കല്ലെടുക്കണം അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ. അല്ല, അയണല്ല, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ. ഈ മൈൻക്രാഫ്റ്റ് കളിച്ച് തുടങ്ങിയേക്കന്നെ നല്ല ലാഭമാണല്ലോ. ലാഭമല്ല, ഭാഗ്യമാണല്ലോ. മണ്ണ് കുഴിച്ച കയണുണ്ട്. പിന്നെ മണ്ണ് കുഴിച്ചുകൊണ്ട് ഒരു കേവിക്ക് വീണ കയണുണ്ട്. ആദ്യം നമുക്ക് മുകളിലത്തെ അയണ് പറിച്ചെടുക്കാം. ഇത് പഠിത്തം തൊട്ട് അസ്സലാമു അലൈക്കും. അല്ല, അയണിൻ്റെ പിക്കാക്സ് അടുത്ത് കണ്ട് ഇങ്ങോട്ട് ചാടാം. അയണ് കുഴിക്ക. സൈഡിലൊരു അയണും കൂടി ഉണ്ട്. അപ്പം 2 അയണ്. അങ്ങോട്ട് കൂടി അയണുണ്ട്. ഇവിടെ അല്ല, പക്ഷേ അയണ് കഴിഞ്ഞു. ഇവിടെ 2 കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഇതിൻ്റെ ഒരു ഇതിലും 4 ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. 4 നമുക്കിപ്പോൾ 8 കിട്ടി. കുറേ അയണ് കിട്ടി ഗൈസ്. ഞങ്ങോട്ട് പോകണം. വേണ്ട, ചാവാൻ നിൽക്കണ്ട. നീ കൂടെ കുത്തിപ്പിടിച്ച് കയറാം. അയ്യോ, ഈശോ എങ്ങനെ കയറും? ഞങ്ങോട്ട് ചാടാ. റെഡിയായി. പന്നി ഹലാലല്ല, ഹറാമ. അതുകൊണ്ട് തന്നെ വിട്ടു. ഇനി എന്താ ചെയ്യേണ്ടി? അയണ് അവിടെ സേഫായി വെക്കണം. അത് അഥവാ ചത്തൊക്കെ പോവും. അതാണ് വലിയ പ്രശ്നം. ഞാൻ സ്റ്റോണിൻ്റെ സ്വാർഡ് ഉണ്ടാക്കണം. പിന്നെ
സ്റ്റോൺ ആക്സ് ഉണ്ടാക്കണം, സ്റ്റോണിൻ്റെ ഷവലുണ്ടാക്കണം. ഈ വേസ്റ്റ് ഈ സാധനം ഇനി വേണ്ട, അപ്പം അത് വലിച്ചെറിയാം. ഇനി ഇത് പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ചെടുത്താൽ മതിയല്ലോ. സ്റ്റിക്ക് ഉണ്ട് നമ്മളെ അടുത്ത്. സ്റ്റിക്ക് എത്ര ഉണ്ട് നമ്മളെ അടുത്ത് നോക്കിയിട്ട് കേട്ടാ ഗൈസ്. ഇത് ഗെയിമല്ലേ, ഇങ്ങനെ കൊല്ലണം. ഗെയിമിൽ തിന്നാൻ കുഴപ്പമില്ല, എന്നെ കൊല്ലടാ. ഇത് ഗെയിമാ, റിയലി ഞാൻ തിന്നൂല. ആട് ഇന്നത്തെ ബെഡ് സെറ്റായി. ബെഡ് റെഡിയായി. എന്നാലും ഫുഡിന് വേണ്ടി അതിനും കൊല്ലാം. ഫുഡ് അതിൻ്റെ അകത്ത് ഒറ്റടിക്കെല്ലാം ചാവുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും മാക്സ് അപ്ഗ്രേഡ് ചെയ്ത് കണ്ട് ഒരാടിനെ കൊല്ലാണെങ്കിൽ തൊടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം തന്നെ ചാവും. കാണുമ്പോൾ തന്നെ പേടിച്ച് മുഖത്തിൽ വെച്ച് ചത്തോളും. ഇനി ബെഡ് ഉണ്ടാക്കാം. മുകളിൽ ഇങ്ങനെയല്ല, 3 വെച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ആ സാധനം വലിച്ചറിയാം. ഒരു ബെഡ് കിട്ടി ഗായ്സ്. അങ്ങനെ ഇനി രാത്രി നമുക്ക് പേടിച്ചേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ രാത്രി ആണെങ്കിൽ കുയ്യും കുത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക. അതാണ് പണി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വരച്ചെടുക്കുക. അടുത്ത ടാസ്ക് വില്ലേജ് കണ്ടുപിടിച്ച. അതിന് വേണ്ടി ഇങ്ങനെ വെറുതെ നടന്നു പോയാൽ മതി. ആടും കുട്ടിയും ആടും വെള്ളത്തിൽ ചാടുന്നത്. ഈ ജന്തുണ്ടോ? ഇവിടെ ആടുംകുട്ടി ആടുമുണ്ട്. ഞാൻ ഇതിന് കുട്ടിയുണ്ട്. ഇതിനെ കൊന്ന ഇതിന് വിഷമാവും, അതിനെ കൊന്ന ഇതിന് വിഷമാവും. അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടിനെ കൊല്ലണം ചെയ്യാം. മീൻ അതിന് കൊല്ലണ്ട, എന്തോ ലാഭം ഉണ്ടാവും. തിന്നാൻ പറ്റും, പക്ഷെ വേണ്ട. ആ മീനാൾക്ക് കുട്ടിയുണ്ട്. ഐഡോ ഗഷ് പട്ടി സാർ വളർത്ത് മുങ്ങി ചാവല്ലേ. എനിക്ക് എവിടെന്നെങ്കിലും എല്ലിട്ട് ആ നായനപ്പോൾ നമുക്കൊരു പെറ്റാക്കാൻ പറ്റിയിരുന്നു. നമുക്ക് കൊല്ലാൻ പറഞ്ഞതിനൊക്കെ കൊല്ലും അത്. ഞങ്ങണ്ട് ചാടി അറിയാതെ. ഇനി മോൾക്ക് തന്നെ കയറണം. അതിന് കുഴിച്ചെടുത്താൽ മതിയല്ലോ. കല്ല്. ഇനി ഇവിടുന്ന് കുറച്ച് കല്ലും പുറത്തെടുക്കാം. കുറച്ച് കല്ലും പുറത്തെടുത്തു. ഇത് മതി കല്ല്. ഉള്ളിലേക്ക് പോയാൽ അവിടെ നിന്നാണ് ഇങ്ങനെ സ്കെൽട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട. ഇതൊന്ന് സാധനം. അയ്യോ, ഇതിന് ജീവുണ്ട്. നമ്മൾ കാട്ടണ് എന്തത്? ചെറി മരം. മുള്ളാണ് തോണ. ഞാൻ വിചാരിച്ചത് എന്തോ ജന്തുവാണ്. അല്ല. ഇതും കുത്തിപ്പിടിച്ച് കയറണം. വില്ലേജ് കണ്ടുപിടിച്ചണം. എന്നാൽ അവിടുത്തെ ചെസ്റ്റിനൊക്കെ ഒക്കെപ്പാട് കട്ടെടുക്കുക. വില്ലേജ് കണ്ടുപിടിച്ചാൽ അതാണ് ഉപകാരം. കുറേ സാധനങ്ങൾ കിട്ടും. മത്തങ്ങ അത് തിന്നാൻ പറ്റുമോ? ഒന്ന് പറിച്ചെടുത്തേക്കാം. തിന്നാൻ പറ്റൂല ഗായ്സ്. അപ്പം അവിടെ തന്നെ ആക്കാം. ഞങ്ങണ്ട് നടക്കും. ഞങ്ങണ്ടീലാണ് നടക്കുക. ഭൂമി ഉരുണ്ടതല്ലേ. എങ്ങോട്ടിരുന്നാലും ഇതെന്താ സാധനം? അത് ആവശ്യമാ തോന്നുന്നു. വെള്ളത്തുകൂടി നീന്തി പോവാ. ആയിയാത്ത കുളം. പോയേ കുള എന്തെങ്കിലാവട്ടെ. എന്തോ ഒരു സൗണ്ട് ഇല്ലല്ലോ. ആകാശം എല്ലാ രസമുണ്ട്. മറ്റേ സാധനം ഇതും കൂടി. ഇങ്ങനെ കയറിപ്പോ. വില്ലേജ് എവിടെ ഗായ്സ്? രക്ഷപ്പെട്ടു. മരം തിന്ന പായിച്ചുന്നുണ്ട്. പള്ളൊന്നും അറിയണമില്ലല്ലോ. വില്ലേജ്. യെസ്, ഫൈനലി വില്ലേജ് കണ്ടുപിടിച്ച് ഗായ്സ്. നമ്മൾ കണ്ടുപിടിച്ച്. വില്ലേജ് കണ്ടുപിടിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഫസ്റ്റത്തെ കട്ടെടുക്കലേ ഈ പെരിന്ന്.
തുറക്കടാ. ഇവിടെ എന്ത് സാധനമായേ? മൈരിപ്പിൻ്റെ ടൈമായി, ഒരു വൈകുന്നേരമായി. ഹലോ, അസ്സലാമു അലൈക്കും. ഇവനെ കൊല്ലണ്ട. അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജത്തെ പ്രൊട്ടക്ഷൻ പോവും. പൂച്ചക്കുട്ടി കുടുങ്ങിക്കണ്, അതിനെ രക്ഷിക്കാം. നന്മയുള്ള ലോകമേ. ഇവിടെ കുടുങ്ങി. ഞാൻ ആരെങ്കിലും വേറെ ആൾ വന്ന് കുടുങ്ങോ? ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടുകണെന്ന് എന്തത്? മൂടി കിടക്കപ്പെട്ട ഒരു ഇത്. അബാൻഡഡ് ഹൗസ്. ചെസ്റ്റുണ്ട് ഇവിടെ. ചെസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കുന്തുയ്യ, അതുകൊണ്ട് കട്ടെടുക്കാം. ഇതിന് മീനുണ്ടാ. രാത്രി ഗായ്സ്. ബെഡ് എവിടെയുണ്ടാ? നീച്ചടാ, നീച്ച്. നീച്ചു. അതിന് നീച്ചപ്പോ അതിന് ദേഷ്യം വന്നു തോന്നുന്നു. അതിൻ്റെ തലയിൽ നിന്ന് തീ കത്തണം. ലാവിലായി ഗായ്സ്. പച്ച സാധനം ഞങ്ങളുടെ ഈലാണ്ട് മണ്ട. ബെഡും ചെസ്റ്റ്. ഇത് നമ്മൾ വെന്ത പേരനാണ്. എന്തത് ഈ പേരത്ത് ഇങ്ങനെ? പൂച്ചക്കുട്ടി ഉണ്ട് അവിടെ. അതെന്താ സാധനം? എൻഡർമാനോ? എന്തത്? മൂക്ക് ലൈറ്റ് എത്തണ്. വില്ലേജേഴ്സിൻ്റെ മൂക്കിനൊരു പ്രത്യേകത ഉണ്ട്. നീണ്ട് കാണണ്ട. തൂങ്ങിക്കിടക്കാർ. ഇവിടെ ബെഡ് മാത്രമേ ഉള്ളൂ. ഇനി പെരിയിലോ? ചെസ്റ്റ് ഇവിടെ ഉണ്ട്. ഇതന്നെയല്ലേ നമ്മൾ വന്ന വരാ. ചെസ്റ്റ് ഗൈസ്. എമർലാഡ് ഗൈസ്. 4 എമർലാഡ്, പിന്നെ കുറേ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ കിട്ടി ഗൈസ്. ഓ, നല്ല ലക്ക് വരാം. നല്ല പേരാ. ഇവിടെ എന്തെങ്കിലും ഇത് മറ്റേ പേരല്ലേ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ കുതിരക്കൊക്കെ എന്തോ പറ്റിക്കുന്നു കേട്ടാ. ഇവിടെ എന്തു ചെയ്യാ? പശു. മഞ്ഞക്കിടക്ക. അവിടെ എന്തു ചെയ്യാ? ഇതെന്താ, മീൻ പിടിച്ചാനോ? നല്ലൊരു ഗ്രാമം, ഒരു ശാന്തമായ ഗ്രാമം. ആകെ ഡോറ് തുറക്കുന്നുണ്ടും പൂട്ടുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വില്ലേജിലൊരു പെര എടുക്കണം. വില്ലേജിലൊരു പെര, സ്വന്തമായിട്ടൊരു പെര. അങ്ങനെ പൂച്ചക്കുട്ടി. പൂച്ചാണ്ടി സാർ. ഇവിടെ എന്തു ചെയ്യുക? മലിൻ്റെ മുകളിൽ 2 പേരുണ്ട്. അതിലൊന്ന് നമുക്ക് എടുക്കാം. എന്നാൽ മലിൻ്റെ മുകളിലാണെങ്കിൽ ആ വില്ലേജത്തെ ഫുള്ള് വ്യൂ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ പേരെടുക്കല്ലേ. അതിൻ്റെ മണ്ടക്കൊരു പേരുണ്ട്, അതെടുക്കുക. അത് നല്ല ഉയർത്തുണ്ട്. അതിക്ക് ഇങ്ങനെ കയറും, കുത്തിപ്പിടിച്ച് കയറണമല്ലോ. എൻ്റെ ഡോറവിടെ ഗൈസ്. ഇവിടുന്ന് വ്യൂ കാണുന്നുണ്ട്. ഇതാ നമ്മളെ പേര് ഗൈസ്. ഓ, നല്ല വ്യൂ ഉണ്ട്. തിന്നാ തോറത്തുള്ളൂ പണി. നല്ല ഹൈറ്റിലാണ്. ഇവിടുന്ന് വീണാൽ മതി, ചാവും. നമ്മളടുത്ത് അയണിയേ, അത് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഒരു അടുപ്പുണ്ടാക്കാം നമുക്ക്. അടുപ്പിലിട്ടാണ്ട് അയണാക്കാം. ശരിക്കും അയണാക്കാം. ഇതിപ്പോൾ കല്ലിൻ്റെ ഉള്ളിൽ വെട്ട അയണല്ലേ. ആ അയണ് ശരിക്കിനൊരു ഒരു ബാർ അയണാക്കാം. അയൺ ബാർ. അതൊക്കെ അങ്ങനെ തീ കത്തിച്ച് കൊടുക്കാൻ മതി. ഇനി വരുമ്പോൾ തന്നെ അയണായിക്കോളും. എന്തെങ്കിലും ആവട്ടെ. കുറച്ച് മരത്തിൻ്റെ ആവശ്യമുണ്ട് അതിൽ കത്തിക്കാൻ. അതുകൊണ്ട് കുറച്ച് പറിച്ചെടുക്കണം. ഉച്ച ടൈം, സൂര്യൻ നടുവിലാണ് നിൽക്കണ്. അങ്ങനെ അടുത്ത് പോയി. ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഉണ്ടാവും പുറത്തുകൂടെ വണ്ടികളും ഒക്കെപ്പാട് എന്തൊക്കെ സൗണ്ടാളാർക്കാരോ. അല്ലാത്തപ്പോൾ ഒരു വണ്ടി പോലും പോലെ, ഒരു ഈച്ചകുട്ടി പോലും പോല. പിന്നെ പേരിൽ സോഫ സെറ്റും ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കട്ടെ കുറച്ച് നേരം. പിന്നെ നമ്മളടുത്ത് എമർലാഡ് കിട്ടിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിച്ചില്ല എങ്ങനെ കിട്ടുമെന്ന്. അത് നമ്മളടുത്ത് കുറേ മരം ഉണ്ടല്ലോ. അതിട്ട്
കുറച്ച് ഇതെടുക്കുക. അയൺ ബാർ 5 ആ 3 കൊടുക്കാം ഞാൻ. ഇതായിട്ടൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റിലാണെങ്കിൽ സാധനങ്ങളും പാത്തേക്കാം. ഒരു ബോർഡും പടിയും വെക്കുക. കുറച്ച് സ്റ്റിക്കും വേണം. ചെസ്റ്റ് അവിടെ ഇരിക്കുക. തുറക്കാൻ പറ്റണമെങ്കിൽ ഗായ്സ് അപ്പം അടിയിൽ വെക്കണം. ജനാലുണ്ട്. കുറേ ജനാലുള്ള പെര ഇഷ്ടമല്ല. ഈ ജനാല ഇതിൽ അടക്കണം. നമ്മളൊരു പെര ഉണ്ടാക്കുമല്ലേ, സ്വന്തമായിട്ടൊരു പെര, അതിനത്രക്ക് ജനാലൊന്നും വേണ്ട. ഒരു 3 ജനാല അത്രക്ക് മതി. ഇനി മീറ്റ്സാളൊക്കെ അവിടെ വെക്കാം. അല്ലെങ്കിൽ തിന്നാനുള്ള സാധനം റെഡിയാക്കിയാലോ. നമ്മളെ അയൺ ബാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതായിട്ട് എന്തെങ്കിലും തിന്നല്ല എന്തെങ്കിലും ആർമർ. വൈകുന്നേരമായി. അയ്യോ പരസ്യം എല്ലാ ഗെയിമിലും ഉണ്ട്. പരസ്യം റോബ്ലോക്സിൽ മാത്രമേ ചെയ്യാത്തുള്ളൂ. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സേഫായി ഇവിടെ എടുത്ത് വെച്ച്. ഇവിടെ നമ്മളെ അടുത്തൊരു പോസ്റ്ററുണ്ട്. അതിലിപ്പോൾ എന്ത് ചെയ്താ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യൂ പ്ലീസ്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് പ്ലീസ്. ഒരു 30 അടുത്ത് എത്തിയിട്ടുള്ളൂ നമ്മൾ സബ്സ്ക്രൈബ്. ഒരു 100 അടിച്ചാണ്. 100 അടിച്ചിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പറഞ്ഞ് 1 മില്യനായിട്ടൊരു സിൽവർ ബട്ടണാണ് എടുക്കണം. ഇത്ര തന്നെ അത്യാവശ്യം. എന്തെങ്കിലും മാനത്തേക്ക് നോക്കിക്കുക, അത്രയുള്ളൂ നമ്മളെ പണി. എനിക്ക് ജനാല ഇഷ്ടമല്ല. അവിടെ ഇങ്ങനെ പൂട്ടിയിട്ട പോലെ ആക്കാം. കൊറ്റ ജനാല മതി. ഇനിയിപ്പോൾ എന്ത് കുന്ത്രണ്ടം ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു റീസ്പോൺ പോയിന്റ് ചെയ്യാം. അല്ലെങ്കിൽ ചത്താൽ ഈ പെരയിൽ റീസ്പോൺ ആയിക്കോളും. നമ്മുടെ അടുത്തൊരു ബെഡ് ഉണ്ട്. അത് ബെഡും കൂടിയും വെക്കാം. ഇപ്പം സെറ്റായി. ഇപ്പോൾ നിലൊക്കെ ഒരു സോഫ്റ്റായി. ഇത്ര ഉള്ളൂ. ഈ പെരയിൽ തന്നെ എങ്ങനെ ആട്ടൊന്ന് വണ്ടി കളിച്ചേണ്ട അവസ്ഥ ആയല്ലോ. നമ്മുടെ അടുത്ത് അയണുണ്ടല്ലോ. അയണത്തെ എന്തെങ്കിലും ഉണ്ടാക്കണം. എന്തുണ്ടാക്കും? എന്തെങ്കിലും ഉണ്ടാക്കണം. വാൾ അത്യാവശ്യമാണ്. വാളും പിക്കാക്സും. പിക്കാക്സ് ഉണ്ടാക്കിയാൽ മതി. ഇതുണ്ടാക്കിയാൽ അപ്പം തന്നെ 9 കഴിയും. പിക്കാക്സ് വേണം. പിന്നെ ഒരു തൊപ്പി ഉണ്ടാക്കാം. തൊപ്പി ഹെൽമെറ്റ്. അത് ആകാശത്ത് നിന്ന് എന്തെങ്കിലും വേണമല്ലോ. ഇന്ന് മാറ്റിക്കുക. അവിടെ എന്ത് ചെയ്യുക? അയൺ ഹെൽമെറ്റ്, പിന്നെ പിക്കാക്സ്. കണ്ട നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഈ മരം എടുക്കണം. എന്നിട്ട് ബാക്കിയൊരു ഇതുണ്ടല്ലോ, ആദ്യമായിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കി. പിന്നെ എന്ത് കുന്ത്രണ്ടെന്ന്. ഇപ്പം നമ്മളെ അടുത്തൊക്കെ ഒരു ഷീൽഡ് ഉണ്ട്. ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അമ്പിടണ സ്കെൽട്ടൻ ഉണ്ടാവില്ല, അതിങ്ങനെ ഇടുമ്പോൾ ഈ ഷീൽഡ് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മേത്തൊക്കെ തന്നെ ബോൺസായി കൊണ്ടോളും. ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് വീട് അവസാനിപ്പിക്കുക. എവിടെ ഉണ്ടാക്കുന്ന നോക്കണ്ടി. പെരിപ്പോ എല്ലാവരും പെരിക്ക് കൊണ്ടുവരണം. തുടങ്ങി അവിടെ നിന്നാ വണ്ടിക്കോ. ഇവിടെ അല്ല ക്ലിയർ സ്ഥലം, മരങ്ങളൊന്നും ഇല്ല. ഈ പെര മാത്രം മൂലൊക്കെ കൊണ്ടുപോയിട്ടിങ്ങനെ. അയ്യോ ബെഡ് പൊളിഞ്ഞു, സോറി. അവിടെ നിന്നോ. ഇതെന്ത് സാധനം? പേടിപ്പിക്കുന്നടാ. അയ്യോ ഇവിടെ ഒരു കുജ്ജ്. എവിടെ നോക്കിയാലും കുജ്ജാണല്ലോ. കിണറുണ്ട് അവൾക്ക്. ഇതിൻ്റെ മോൾക്ക് പാർക്കോറാവട്ടെ കുറച്ച് നേരം. ഞാൻ പെരൻ്റെ മണ്ടക്ക് മത്തങ്ങ പടിയുണ്ടാ. അതാ ഇനി മണ്ടക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ഇവനെ കൊല്ലണ ഒരു സംശയം ഉണ്ടായൻകോളും. വേണ്ട, ഈ വില്ലേജിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ അവിടെ പോകും. എന്നിട്ട് സോംബിയൊക്കെ വരും. അവിടെ ഒരു ഷീപ്പ് ഉണ്ട്. ഇതിനെ കണ്ടുപിടിക്കാനും വയ്യ. എവിടെ ഇപ്പം പെര ഉണ്ടാക്കാം?
പേരുണ്ടാക്കൽ 2ാം പാർട്ടിയിലാക്കല്ലേ. ഞാൻ അങ്ങനെ പാർട്ട് 3, പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ വിടുന്നു. ഇതിപ്പോൾ പാർട്ട് 1. കയറാനും പറ്റണം. ഈ മരം ഇവിടുന്ന് മാറ്റിക്കണം. നമ്മളെ പെരിയിലെത്തി. ഇനി പെരി കയറണം. പൂട്ട നല്ല സോഫ്റ്റ് പോലെ. ഇവിടെ ചാടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഗ്ലും ഗ്ലും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, ഇവിടെ കുണ്ടല്ലേ, പുല്ല്. ഈ പ്രദേശത്ത് നിറച്ചും മല ഒക്കെപ്പാടാണ്. ഇവിടെ ആപ്പിൾ എടുക്കുക. പൈച്ചനുണ്ട്. ആപ്പിളാ ശ്രദ്ധിക്കണം. വയർ ഫുള്ളായി. ഇനി എന്ത് കുന്ത്രോണ്ടം ചെയ്യും? ഈ ഭാഗം നല്ലതല്ലേ. ഇവിടെ വരക്ക. ഇവിടെ വേണ്ട. ഇവിടെ ഈ സ്ഥലം എല്ലാ സ്ഥലമുണ്ട്. എന്തും ഇവിടെ ഇപ്പം ഉണ്ടാക്കണം നമുക്ക്. വേണ്ടല്ലോ. അടയാളം ഇവിടെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാൽ തിരിച്ചറിയാവാം ഈ സ്ഥലത്താണ് ഇപ്പോൾ ഗായ്സ് നമ്മൾ പെര വെക്കുന്നത്. 2ാം പാർട്ടിയിൽ നമ്മൾ പെരുണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കണോ കമൻറ്റ് ചെയ്യട്ടോ ഗായ്സ്. ഇനി ഈ കുതിരൻ്റെ ലൈറ്റൊക്കെ നോക്ക് പോടാ. പൈൻ്റ് അടിച്ച് വന്നിരിക്കണം കുതിര. പ്രീമിയം മോഡൽ കുതിര. ഇവിടുന്ന് കുറച്ച് മരം വെട്ടണം. അതിന് വേണ്ട. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഗായ്സ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഹലോ. സബ്സ്ക്രൈബ് അടിച്ചോളട്ടാ പശുവാ.